ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പട്ടം പറത്തൽ ശ്രദ്ധേയമായി. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പട്ടം പറക്കട്ടെ എന്ന കവിതാ പഠനവുമായി ബന്ധപ്പെട്ടായിരുന്നു വേറിട്ട പ്രവർത്തനം. This news sponsored by Bobby Jamanur International Jewelers, traditionally trusted for 162 years. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പട്ടം പറത്തലാണ് വേറിട്ട കാഴ്ചയായി മാറിയത്. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പട്ടം പറക്കട്ടെ എന്ന കവിതാ പഠനത്തോടനുബന്ധിച്ചായിരുന്നു ആസ്വാദനവും വിജ്ഞാനവും പകർന്ന പ്രത്യേക പ്രവർത്തനം. നൂലറ്റുപോയാൽ കൈവിട്ടുപോകുമെന്ന ജാഗ്രതയും മാനവൻ വഴക്കടിച്ച് കോലം കെടുത്തിയ പാരിടത്തെ ഒന്നായി കാണണമെന്ന സന്ദേശവും കുട്ടികൾ പങ്കുവച്ചു. കവി കാൽപ്പനികമായി പട്ടം പ്രമേയമായി വരച്ചിട്ട പാരിടമൊന്ന് എന്ന സന്ദേശം തന്നെയാണ് ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസ് മതിലുകളില്ലാത്ത ഭൂമിയിലെ ബഹിരാകാശ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതെന്നതും കുട്ടികൾക്ക് പുത്തനറിവായി. 5ാം ക്ലാസ്സിലെ അവസാന യൂണിറ്റായ പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനമാണ് GSS ഇളമ്പച്ചിയിലെ കുട്ടികളുമായി ഇന്ന് നടത്തിയത്. നൂലറ്റുപോയാൽ കൈവിട്ടുപോകുമെന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ കവിത. മാനവരെല്ലാവരും ഒന്നാകണമെന്ന് കവി കാൽപ്പനികമായി പണ്ടേ പറഞ്ഞതാണ്. ആ കവിതയുടെ അന്തസത്ത ഒരു പഠന പ്രവർത്തനമായി പട്ടം പറപ്പിക്കാൻ ഞങ്ങൾ ഇന്ന് മൈതാനത്തെത്തിയതാണ്. മഹത്തായ ആശയത്തെ പട്ടം പറത്തലിലൂടെ പറയാൻ ശ്രമിച്ചത് പട്ടം പറത്തൽ ഒരു കുട്ടിക്കളിയല്ല, അതിലൊരുപാട് ആശയങ്ങൾ അന്തസത്ത ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഒരു പ്രവർത്തനം കൊണ്ട് കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ തന്നെയാണ് കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് കാണുന്നത്. ഏതായാലും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കുട്ടികളെല്ലാവരും ആ പാട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അധ്യാപകരായ ബാലകൃഷ്ണൻ ഈയക്കാട്, ടി അശോക് കുമാർ, ശ്രീജ KV, K ജയേഷ്, ഡോക്ടർ സുനിൽകുമാർ കോറോത്ത്, വിനോദ് പാലങ്ങാട്ട്, അഭിലാഷ് രാമൻ എന്നിവർ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.